ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നാം എല്ലാവരും ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരാഴ്ചക്കാലം കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ, കർത്താവ് സർവശക്തനാണ്, രക്ഷകനാണ് എന്ന ബോധ്യത്തോടെ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണിത്. അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം, കർത്താവിനോട് ചേർന്ന് നിൽക്കാം. സങ്കീർത്തനങ്ങൾ 34:14 തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനും സമാധാനം അന്വേഷിക്കുവാനും നന്മയെ പിന്തുടരുവാനുമായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. കർത്താവിനോട് ചേർന്ന് നിന്ന് ആ കൃപയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ഒരനുഗ്രഹമാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈശോ നൽകുന്നത്. അപ്പോൾ ഈശോയുടെ വചനം ശ്രവിക്കുവാൻ, വചനത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ആനന്ദത്തിലായിരിക്കുവാൻ, സന്തോഷത്തിലായിരിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പൂർണ്ണമായും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ആ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച നടക്കുന്ന ധ്യാനത്തിലേക്കും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ഒരു നിയമം ഉണ്ടായി. 18 വയസ്സ് കഴിയാതെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ആർക്കെങ്കിലും മദ്യം കൊടുക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്താൽ അത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ നിയമം ഉണ്ട്. എന്തുകൊണ്ടാണ് അവർ ഈ നിയമം കൊണ്ടുവന്നത്? ദീർഘനാളത്തെ പഠനത്തിന് ശേഷം, ഗവേഷണത്തിന് ശേഷമാണ് അവർ ഈ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് ഒരു 20 വയസ്സ് കഴിയാതെ നമ്മുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് അത് മച്ചുറാകുകയില്ല. അപ്പം അതിനു മുമ്പ് നമ്മുടെ തലയിലേക്ക് ഈ ലഹരി ചെന്നു കഴിഞ്ഞാൽ വലിയ ഡിസോറിയന്റേഷൻ നടക്കും, നമ്മുടെ വ്യക്തിത്വം നശിക്കും, രാജ്യത്തിന് പൗരന്മാർ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവർ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ പല ഡി അഡിക്ഷൻ സെൻ്ററുകളിലും കുട്ടികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനെക്കുറിച്ച് ബോധമുള്ളവരാകണം. അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ വീട്ടിൽ കയറ്റരുത്, കുടിക്കുന്നവർ ഇത് നിർത്തണം. ഒരു ന്യായീകരണവും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. മദ്യം നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കും. ഒരിക്കൽ തലച്ചോറ് നശിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് തലച്ചോറ് ഉണ്ടായില്ല.
അപ്പം അതുകൊണ്ട് ഇതൊരു പരീക്ഷണത്തിലുള്ള ഒരു വിഷയമൊന്നും അല്ലത്. ഹല്ലേലൂയ. അമേരിക്കയിലൊരു ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് ഇവിടുത്തെ ധ്യാനത്തിൻ്റെ മോഡലിൽ ഒരു ധ്യാനമന്ദിരം തുടങ്ങാൻ അനുവാദം ചോദിച്ചപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഇവിടെ പല ധ്യാനമന്ദിരവും വെറുതെ കിടക്കുകയാണ്, ഇനി പുതിയത് എന്തിനാണ് തുടങ്ങുന്നത്? സെമിനാരി വെറുതെ കിടക്കുകയാണ് ആളില്ലാതെ. അപ്പം അനുവാദം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നാളോട് കഴിഞ്ഞിരുന്ന് പ്ലാൻ ചെയ്ത് ധ്യാനമന്ദിരം എന്നുള്ള വാക്ക് മാറ്റി ഒരു പ്രയർ സെൻറ്റർ തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അത് വേണേൽ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അത് ഞങ്ങൾ പിന്നെ ധ്യാനമന്ദിരമാക്കി മാറ്റി. ഇപ്പം ന്യൂജേഴ്സിയിലായിരുന്നു 28 കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റേ ധ്യാനമന്ദിരം കെട്ടിടങ്ങൾ പല സ്ഥലത്ത് അങ്ങനെയാക്കി ഒരു ധ്യാനമന്ദിരം തുടങ്ങിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1984 കോട്ടയിൽ ധ്യാനമന്ദിരം പണിതപ്പോൾ താമസിക്കാൻ ആളാരും വരുന്ന കാലമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കൗൺസിലിങ് വന്നവരോട് ഓരോരുത്തരും തങ്ങളുടെ പ്രശ്നമായിട്ട് വരുമ്പോൾ അവരോട് ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. പിന്നെ അതും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇനി വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് എഴുതി നിങ്ങളുടെ രൂപക്കൂട്ടിലോ നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകത്തിലോ എവിടെയെങ്കിലും വയ്ക്കുക. എന്നിട്ട് തക്ക സമയത്ത് അതൊക്കെ തരും. തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് വേണമെങ്കിൽ മുൻകൂട്ടി നന്ദി പറയാം. കാരണം കിട്ടിയാൽ പിന്നെ നന്ദി പറയാൻ നേരം കിട്ടിയില്ല. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തിയപ്പോൾ സുഖപ്പെട്ട് കഴിഞ്ഞു എന്നറിഞ്ഞ ഒരു വിജാതിയൻ മാത്രമേ നന്ദി പറയാനായിട്ട് വന്നുള്ളൂ. ബാക്കി 9 ഇസ്രായേൽക്കാർ വന്നില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവം. കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച കോളായിപ്പോയി, ഇനിയും കുറേ കൂടെ എവിടെ പോയി പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള ചിന്തയിലായിരിക്കും മനുഷ്യർ. ഈശോ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളോട് പറയുക, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതി വെച്ചോളുക, പിന്നെ നന്ദി പറഞ്ഞോളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ജൂലിയ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരെയാണ്. ഇതെൻ്റെ ഹസ്ബൻഡും പിള്ളേരുമാണ്. ഞാൻ 6 മന്ത് ബാക്ക് ഇവിടെ വന്ന് പോട്ടയിൽ ഒരു ധ്യാനം കൂടിയായിരുന്നു. അതിൻ്റെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഫാമിലിക്ക് കിട്ടി. അതിൻ്റെ നന്ദി പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഇനിയും വരും. ഈ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ ഉള്ളം കൈക്കത്തിരിക്കുന്ന സാധനം ഞാനുണ്ടല്ലോ, എൻ്റെ ചുറ്റും നിന്ന് ആൾക്കാരിങ്ങനെ കല്ല് പെറുക്കി എറിയാണ്, എന്നിട്ട് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലോ. ഞാൻ കർത്താവിൻ്റെ ഉള്ളം കൈക്കകത്താണെങ്കിൽ എവിടെ നിന്നെല്ലാം ഏറ് വരുന്നോ? എന്താ ഏറ്? സഹനത്തിൻ്റെ, രോഗത്തിൻ്റെ, അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, ഇത്തരത്തിലുള്ള ഏതെല്ലാം ഏറുകൾ എനിക്കെതിരെ വന്നാലും കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന എന്നെ കർത്താവ് എന്ത് ചെയ്യും? ഏറുകൾ വരുന്നതിനനുസരിച്ച് എന്നെ കർത്താവ് ഉയർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറുകൾ വരുന്നത് നല്ലതാണോ? പറ, ആണോ? എന്താ കാരണം? ചുറ്റിൽ നിന്നും ഏറ് വരുന്നതനുസരിച്ച് കർത്താവ് എന്നെ ഉയർത്തും. അപ്പം നിന്നെ ഉയർത്താൻ വേണ്ടിയാണ്, ശ്രദ്ധിച്ച്, നിന്നെ ഉയർത്താൻ വേണ്ടിയാണ് നീ ആഗ്രഹിച്ചിട്ട് ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, അവരിൽ നിന്ന് വരുന്നത് ഈ കിട്ടാതെ പോകുന്നതിൻ്റെ എല്ലാം കാരണം എന്താ? നിനക്ക് ബോധ്യം കിട്ടാൻ വേണ്ടിയാണ്. ഈ ബോധ്യം എന്തൊരു ബോധ്യമാണ്? ഈ ഇവർ തരാത്ത ദൈവം എനിക്ക് തരും. അങ്ങനെ തരുന്ന ദൈവം ആയിരുന്നെല്ലാം എനിക്ക് ദ്രോഹവും ബുദ്ധിമുട്ടും ഉണ്ടായാലും എന്നെ കർത്താവ് ഉയർത്തും. ദൈവം ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ മറക്കില്ല. കൈ ഉയർത്തിപ്പിടിച്ച് പറ, കൈ ഉയർത്തിപ്പിടിച്ച് പറ, ദൈവം ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ മറക്കില്ല. ദൈവം നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു. ഒന്ന് മാറ്റി പറ, ദൈവം നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു. ദൈവം നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു. നന്നായിട്ട് അവിടെ പറഞ്ഞോ. 2 പേരുടെ അപ്പുറത്തോട് ഇപ്പുറത്ത് തിരിഞ്ഞ മുഖത്തൊക്കെ പറ, ഒരു പുഞ്ചിരിയൊക്കെ കൊടുക്കുക. ആ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. ദൈവം നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ആ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമ്മളിലേക്ക് ഒഴുക്കുന്ന യേശുക്രിസ്തുവിലൂടെ. ആ യേശുവിൻ്റെ നാമം നീ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന നാമത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നിന്നിലേക്ക് ഒഴുകി വരുന്നത്. ഇന്നലകളിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ മനുഷ്യ വ്യക്തികളിൽ നിന്ന് എല്ലാ സ്നേഹവും ഇതാ എൻ്റെ യേശു എനിക്ക് തരുന്നു. ഞാനത് വിശ്വസിക്കുന്നു.
എൻ്റെ പേര് ഷിജു. ഞാൻ മാനന്തവാടിക്കടുത്ത് അഞ്ചൂന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. ഞാൻ ഈ ആഴ്ച ഈ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. പക്ഷേ ഈ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ ധ്യാന കേന്ദ്രത്തിൽ മറ്റൊരു ധ്യാന സെൻറ്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഉപരിയായിട്ട് നമ്മളെന്താണെന്നും നമ്മളെ ഈശോ സ്നേഹിക്കുന്നു എന്നുള്ളൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. സുഖമാണോ? യേശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനം. യേശയ്യാ 58:9. ഈ വചനം നമുക്കൊന്ന് വായിക്കാം. ബൈബിളുകളെല്ലാവരും ബൈബിൾ തുറക്കുന്നു. എന്നിട്ട് ഒരുമിച്ച് ഈ വചനം ഒന്ന് വായിക്കാം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, നീ പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരമരുളും. നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവൻ മറുപടി നൽകും. ഹല്ലേലൂയ. എൻ്റെ പേര് സുനിൽ. ഞാൻ പാലക്കാട് നന്മാറയിൽ നിന്ന് വരുന്നു. ഈ ധ്യാനം കൂടി 3-4 ദിവസം ഒന്ന് പൂർത്തിയാവുന്നതോടുകൂടി വളരെ ആന്തരികമായി മാനസികമായി പല പ്രശ്നങ്ങളിൽ നിന്നും സമാധാനം ലഭിക്കുവാൻ സാധിച്ചു. അതുപോലെ എൻ്റെ ചെറിയ കൊച്ചിന് കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്ന തലവേദന പോലെയുള്ള അസുഖങ്ങൾക്ക് ശാന്തി, പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. യേശയ്യാ പ്രവചനം അധ്യായം 6 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശയ്യാ പ്രവചനം അധ്യായം 6 1 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, അവിടെ യേശയ്യായ്ക്കുണ്ടായ ഒരു ദർശനമാണ് അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത്. ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ വസ്ത്രാഞ്ചലം, ദൈവത്തിന്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ, ആ സെറാഫുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. ആ സെറാഫുകൾക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 പറക്കാനുള്ളതായിരുന്നു. 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് പാദങ്ങൾ മറച്ചു. അവ അനവരതം അനശ്യൂതം പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞു പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു സ്വർഗീയ ദർശനം യേശയ്യായ്ക്കുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കൊരു സ്വർഗീയ ദർശനം ഉണ്ടായി എന്ന് വിചാരിക്കൂ. നമ്മുടെ വികാരം എന്തായിരിക്കും? നമ്മുടെ വികാരം എന്തായിരിക്കും? നമുക്കൊരു സ്വർഗീയ ദർശനം ഉണ്ടായാൽ നമ്മൾ സന്തോഷം കൊണ്ട്, ഉദാഹരണം, ഇന്ന് വൈകുന്നേരം ഇവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചേക്കുക. അങ്ങനെ നമ്മൾ കൈകൊട്ടി പാടി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് യേശു ഇങ്ങനെ ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു അനുഭവം നമുക്ക് ഉണ്ടാകുക. മാലാഖമാരൊക്കെ ഇങ്ങനെ ഇതിൽ പറന്ന് നടക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, അല്ലേ? പക്ഷേ യേശയ്യ തുള്ളിച്ചാടുമല്ല ചെയ്തത്. ഈ സ്വർഗീയ ദർശനം ഉണ്ടായപ്പോ യേശയ്യ പറഞ്ഞു, ഹാ എനിക്ക് ദുരിതം. ദൈവത്തെ കണ്ടപ്പോ ഈ മനുഷ്യൻ പറയും, എനിക്ക് ദുരിതം, എന്തെന്നാൽ ഞാൻ നശിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുക, എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനോ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടപ്പോ യേശയ്യായ്ക്ക് മനസ്സിലായി, എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിന്ന് വായിച്ച് പ്രാർത്ഥിച്ച സുവിശേഷ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുവിശേഷ ഭാഗമാണ്, അല്ലേ? ഈശോ വെള്ളത്തിന് മീതെ
നടക്കുന്നു. അതാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ. ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നു. നമ്മളെല്ലാവരും മീതെ നടക്കാനായിട്ട് ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ് അല്ലേ? ചില കാര്യങ്ങളുടെ മീതെ നടക്കുവാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ധ്യാനം കഴിയുമ്പോഴെങ്കിലും അതിൻ്റെ മീതെ ഒന്ന് നടക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പലരും പറയുന്നത് കേട്ടോ, അച്ഛാ പല വട്ടമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്ന് വിടുതൽ കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അച്ഛാ. ഓരോ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴും നല്ല തീരുമാനമുണ്ട് അച്ഛാ, പക്ഷെ പറ്റുന്നില്ല അച്ഛാ. മദ്യപാനത്തിൻ്റെ മീതെ നടക്കുവാനായിട്ട് പറ്റുന്നില്ല അച്ഛാ. പക്ഷേ ഈ ധ്യാനം കഴിയുമ്പോൾ ഈശോ വെള്ളത്തിന് മീതെ നടന്നതുപോലെ നമ്മുടെ ഓരോ പ്രതിസന്ധിക്ക് മീതെ, ഓരോ പ്രശ്നത്തിന് മീതെ, ഏതെങ്കിലുമൊക്കെ നമ്മളെ വല്ലാതെ കുരുക്കിക്കളയുന്ന ചില അടിമത്തങ്ങൾക്ക് മീതെ നടക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ള കരമടിച്ച്. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ കരമുയർത്തി. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ള പാടിയേ. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്, അവന്റെയോ എന്നുമുള്ളത്, അവന്റെയോ എന്നുമുള്ള. എൻ്റെ പേര് ജോൺസൺ. കൊല്ലം ജില്ലയിൽ ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളും സങ്കടങ്ങളും ഒക്കെയായി നമ്മളിവിടേക്ക് കടന്നു വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അത്ഭുതം തന്നെ കാണുവാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. പനക്കിലച്ഛൻ്റെ ആയാലും നായിക്കപ്പറമ്പിലച്ഛൻ്റെ ആയാലും മറ്റ് പ്രദേശന്മാരുടെ എല്ലാം പ്രഭാഷണങ്ങൾ, വചനമാണ് നമ്മുടെ കാതുകളിലേക്ക്, അത് ഹൃദയത്തിലേക്ക് സ്പർശിക്കുകയും അതുവഴി ഒരു പോസിറ്റീവ് എനർജി ദൈവികമായ ജീവിതത്തിൻ്റെ, ആധ്യാത്മികമായ ജീവിതത്തിലേക്ക് നമുക്കൊരു പുതിയ ഈടുവെപ്പ് നൽകുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഒരു അമ്മാമ്മ ഇരുന്ന് ഉറങ്ങി. ഞാൻ ചോദിച്ചു, അമ്മാമ്മേ ഭയങ്കര കഷ്ടട്ടാ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ, സുവിശേഷമല്ലേ ഞങ്ങൾ പറയണത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനമില്ലല്ലോ അമ്മ ഉറങ്ങണത്. അപ്പം അമ്മാമ്മ പറഞ്ഞു, മോനെ 2 സാധനം ഒരുമിച്ച് വേണം നിനക്ക്. ഒന്ന് വിവരം, മറ്റൊന്ന് വരം. ഇത് രണ്ടും നിനക്കില്ല. ഞാൻ അന്തം വിട്ടിരിക്കുക. എൻ്റെ മുമ്പിലിരുന്ന് ഉറങ്ങണ അമ്മാമ്മയാണ്. അപ്പം അമ്മാമ്മയോട് ഞാൻ പറഞ്ഞു, പതുക്കെ പറ മാമേ, പതുക്കെ പറ. എന്തിനാടാ പതുക്കെ പറയണേ? നീ ബൈബിൾ വായിക്കടാ. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഔസേ പിതാവിന് ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇത്തവണ ഉറങ്ങിക്കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കും. റോമാലേഖനം 8-ാം അധ്യായം 32-ാം തിരുവചനം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ. അടുത്ത വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്ലിൻ. ഞാൻ കടവന്ത്രയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ആൻറ്റി അമ്മിനി. ആക്ച്വലി ആൻറ്റിയും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ധ്യാനത്തിന് വരുന്നത്. ധ്യാനം കൂടിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഭവമായിട്ടല്ല, ബട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനൊക്കെ കുറേ കിട്ടി. മെൻ്റലി ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒരു സ്ട്രെസ്സൊക്കെ റിലീഫായി, ഞാൻ ഭയങ്കര ഫ്രീ ആയി. ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം. രോഗം പല രീതിയിൽ നമുക്ക് വരാം. പല കാരണങ്ങൾ കൊണ്ട് രോഗം ഉണ്ടാകാം. അണുക്കൾ കൊണ്ട്, ശാപം കൊണ്ട്, പാപം കൊണ്ട്, സാത്താൻ്റെ പല രീതിയിലുണ്ട്. രോഗാണുക്കൾ മൂലവും രോഗം വരാം. അപ്പം രോഗം വന്നത് കരിമ്പാറ പോലെ ഉയർന്നു നിൽക്കുക, പ്രശ്നം തീരുന്നില്ല, കടഭാരമുണ്ട്. അപ്പം നമ്മൾ എടുക്കേണ്ടത് എന്തുവാ? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19. ലൂക്ക 10:19. ഇതാ
പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ശാന്തി. ഞാൻ കർണാടക ഉടുപ്പി, മാംഗ്ലൂർ ഉടുപ്പി. സോ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈൻ വരുന്ന മുന്നേ ഞാൻ ഇസ്രായേലിലുണ്ടായി. ഇസ്രായേലിൽ ഞാൻ ജസ്റ്റ് 2 ആഴ്ചയായി ഞാൻ ഇവിടെ വന്നിട്ട്. സോ എനിക്ക് അവിടെ എനിക്ക് ബാങ്ക്രീസ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നു. സോ ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന പിന്നെ എനിക്ക് ഡിവൈനിൽ പോകണമെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഡിവൈനിലേക്ക് കൊണ്ടുവന്ന്. സോ എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ സാക്ഷി പറയാൻ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര താങ്ക്സ് പറഞ്ഞാലും സാരല്ല ദൈവത്തിന്. അത്ര എനിക്ക് ആന്തരിക സൗഖ്യം കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യലി ഫാമിലി പീപ്പിൾ, ഞങ്ങൾ ഫാമിലിയെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് അറിയപ്പെട്ട് അതിന് എന്താ ഇങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക്. ഇനിയും വരണമെന്ന് എനിക്ക് ഇവിടെ ഒന്നുകൂടി എല്ലാ ആഴ്ച വരണമെന്നുണ്ട്. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. ഞങ്ങളുടെ ബന്ധുക്കാർ വീട്ടു പാതിര ഏതാണ്ടത്. സോ ദാറ്റ്സ് വൈ താങ്ക് യു വെരി മച്ച്. വന്നുദിച്ചൊരു കനകതാരം യൂദയായി കതിരുവീശിയ പരമദീപം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏറ്റവും സുരക്ഷിതമാണ്. അപ്പോൾ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം നഷ്ടങ്ങളും പരാജയങ്ങളും തകർച്ചകളും വേദനകളും നൊമ്പരങ്ങളും വന്നോ, അതിനെല്ലാം ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ കർത്താവ് ഏറ്റെടുത്തിട്ട് നമ്മെ ഓരോരുത്തരെയും ഓരോ പുതിയ വ്യക്തികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ പുതിയ വ്യക്തിയായി മാറ്റപ്പെട്ട ഓരോ വ്യക്തിയോടും കർത്താവിൻ്റെ വചനം പറയുകയാണ്. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം. ആരിലാണ് ഈ സമ്പൂർണ്ണ ജ്ഞാനം? ആര് പാപത്തിൻ്റെ, ദുശീലത്തിൻ്റെ, വെറുപ്പിൻ്റെ വഴികളെ ഉപേക്ഷിച്ചു, അങ്ങനെ നല്ല തീരുമാനമെടുത്തോ, അതെല്ലാം സമ്പൂർണ്ണ ജ്ഞാനം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ പാപത്തെ കഴുകി വിശുദ്ധിയാൽ നിറച്ച് സമ്പൂർണ്ണ ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നിരിക്കുകയാണ്. ഇനി ഈ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസരിച്ച് പാപം ചെയ്യാത്ത ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ ഈശോയോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെ ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതം കണ്ടിട്ട് അനേകര് നീ വഴിയായിട്ട് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ഇനിയുള്ള നാളുകളിൽ കടന്നു വരണം. അതെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ട്. ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഓരോ ആഴ്ചയിലും കർത്താവ് ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അനേകരെ ഇനിയുള്ള ആഴ്ചകളിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പല വിധത്തിലുള്ള തകർച്ചകൾ, പരാജയങ്ങൾ, ദുശീലത്തിൻ്റെ അവസ്ഥകൾ, രോഗപീഠകൾ, ഇങ്ങനെ കഴിയുന്ന അനേകരെ ഓരോ ആഴ്ചയിലും നാം കൊണ്ടുവന്ന് പറഞ്ഞുവിട്ട് പ്രേരിപ്പിച്ച് അവരെല്ലാം നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റാൻ ഇനിയുള്ള നാളുകളിൽ നമുക്ക് സാധിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ ലഭിച്ച കൃപ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ച് അനേകരിലേക്ക് ദൈവത്തിൻ്റെ ഈ കൃപ ഒഴുക്കുന്ന ജീവിതമായി
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാറണം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് ജീവൻ നയിക്കാൻ സാധിക്കും. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.